പ്രമേയത്തിലൂടെ പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിക്കാൻ ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നരേന്ദ്രമോദിക്കും ബിജെപിക്കും കഴിഞ്ഞു. ഇവരോടൊന്ന് ചോദിച്ചേ, വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ ഈ കുട്ടികൾ, കേരളയിലെ കൊച്ചുങ്ങൾ, ഇന്ത്യയിലെ കൊച്ചുങ്ങൾ മറുപടി എന്താണ്? ഡോക്ടർ ഷമാ മുഹമ്മദ് ആ ചോദ്യത്തിനുള്ള മറുപടി ദയവായി എന്ന് പറയൂ. മലയാളം അറിയാമോ? മലയാളം. ഇന്നത്തെ പ്രമേയം തന്ത്രപരമായ ഒരു നീക്കമായിരുന്നോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സംസാരിക്കണം. എനിക്ക് റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റി സംസാരിക്കണം. എനിക്ക് ഈ ബുൾഡോസർ ജസ്റ്റിസിനെ പറ്റി സംസാരിക്കണം. നമസ്കാരം. എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് തന്നെ എല്ലാവരും വിളിക്കാറ്. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഡോക്ടർ ഷമാ മുഹമ്മദ്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇപ്പോൾ നമ്മൾ ഇന്ന് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ കഥനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ. ഒരു സിഎം, ജാർഖണ്ഡിലെ സിഎം ഉള്ളിൽ മറ്റേ സിഎമ്മിന്റെ മേലെ ഓൾറെഡി ഇത് ബെയിൽ കിട്ടിയിട്ട് പിന്നെ ഇവർ സിബിഐ കേസ് ഇട്ടിരിക്കുക. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എവിടെയാ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം AK ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? പക്ഷേ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി പറഞ്ഞ സെക്ഷൽ മൊളസ്റ്റേഷന്റെ മേലെ ക്രിമിനൽ കേസ് തുടങ്ങും. അദ്ദേഹം എവിടെ? അദ്ദേഹം പുറത്തല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് ജയിലില്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലെ നടപടി എടുത്തിട്ടില്ല? അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ദയവായി ഇന്നിപ്പോൾ പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾക്കുള്ള മറുപടി പറയുക. അവസാനം 5 മിനിറ്റ് ഡോക്ടർ ഷമയ്ക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് പറയാനുള്ള അവസരം തരാം. അവസാനത്തെ 5 മിനിറ്റ് തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന് മറുപടി പറയും. അപ്പൊ അത് ചർച്ച ചെയ്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അത് ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇന്ന് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളിൽ കോൺഗ്രസിനുള്ള മറുപടി ദയവായി പറയൂ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ഇന്ന് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചതല്ലേ, അത് പാസ്സാക്കിയതല്ലേ, അതെന്തുകൊണ്ട് എന്തിനു നിർത്തണം? ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന വിഷയമല്ലേ? ഓരോന്ന് കേറി വന്നോളും. ഭരണഘടന എടുത്തിട്ട് മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് അവർ ചോദിച്ചു നോക്കി? എന്തുകൊണ്ടാണ് അയോധ്യയിൽ തോറ്റതെന്ന്? എന്തുകൊണ്ടാണ് ഫൈസാബാദിൽ തോറ്റതെന്ന്? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല ഉള്ളല്ലേ. അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ. ഈ 4 പാട്ടും യേശുദാസ് പാടി തന്നെയാ. അവരെ കുറെ MPs, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, മുൻ ഡെപ്യൂട്ടി CM എവിടുത്തെ രാജസ്ഥാനിലും പറഞ്ഞു നമുക്ക് 400 പാർ 400 അധികം വേണം. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ഷമാ മുഹമ്മദ് AICC വക്താവാണ്. ദയവായി ഇന്നത്തെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചാൽ നമുക്ക് ചർച്ച നന്നായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതല്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇന്നത്തെ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വരെ അപ്പോഴെങ്കിലും വിഷയത്തിലേക്ക് വരൂ ഡോക്ടർ ഷമാ മുഹമ്മദ്.